ഞാൻ GCC കൺട്രിയിൽ വർക്ക് ചെയ്യാണ് 2 വർഷമായിട്ട്. പക്ഷേ സാർ എൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. പക്ഷേ മറ്റുള്ളവർ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് അങ്ങോട്ട് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അതിനെന്ത് സാറേ ചെയ്യാൻ പറ്റുക? റൈറ്റ്, ദാറ്റ്സ് വണ്ടർഫുൾ ക്വസ്റ്റ്യൻ വിശ്വല മാം. ഓക്കെ, GCCയിൽ എവിടെ വർക്ക് ചെയ്ത്? ഒമാനിലല്ലേ? അപ്പോൾ കേട്ടാൽ മനസ്സിലാവും, തിരിച്ച് പറയാൻ പറ്റാതാണ് പ്രശ്നം അല്ലേ? ഓൾ റൈറ്റ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരുപാട് സമയം ഇംഗ്ലീഷ് സംസാരത്തിലായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മലയാളം നമ്മളെല്ലാവരും സംസാരിക്കും. പക്ഷെ എങ്ങനെ പഠിച്ചേ? നമ്മൾ മലയാളീസാണ്. സ്കൂളിൽ പോയിട്ട് പഠിച്ചതല്ല മലയാളം. കാരണം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തറിയാം? മലയാളം അറിയാം. ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ ഒരുപാട് ടൈം നമുക്ക് സ്പീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. നമുക്ക് ഒരുപാട് കേൾക്കണം, എന്നിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം. പക്ഷേ പലപ്പോഴും നമുക്ക് പേടിയായതുകൊണ്ട് തന്നെ ആരോട് സംസാരിക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും പുറത്ത് പോവുകയാണെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. ഒരു ബിഗിന്നർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ 1-2 വർഷമായ ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ജോബ് സാധ്യതകളും ഇംഗ്ലീഷ് ഉഷാറായാലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട്. പക്ഷെ പുറത്തുനിന്ന് ആളുകളുടെ മുമ്പിൽ കുടുങ്ങിയിട്ട് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് താല്പര്യമില്ല. അതിനായിട്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ വരണം. എന്നിട്ട് ആളുകളുമായിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അതായത് ബേസിക് ഇംഗ്ലീഷ് ആരുടെയെങ്കിലും മൈൻഡിലുണ്ടെങ്കിൽ അയാൾക്ക് 4 ആളെ കാണുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്യാൻ പഠിക്കുകയാണ്. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും എന്നാണ്. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ്. ഡു യു എന്നൊക്കെ വെച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ ചെയ്യാറുണ്ടോ എന്നാണ്. ഡിഡ് യു എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ചെയ്തോ എന്നാണ്. ഇങ്ങനത്തെ ഒരു 5-10 സെൻറ്റൻസ് നമുക്ക് എല്ലായിടത്തും ഇടാം, എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസ് കിട്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ തന്നെ 4 ആളുടെ മുമ്പിൽ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് ഏതൊരാൾക്കും പറ്റും. പക്ഷെ ആകെ വേണ്ടത് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാനുള്ള, പഠിക്കാനായിട്ട് കുറച്ച് ബേസിക് ഇംഗ്ലീഷെങ്കിലും പഠിക്കാനായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ മാം, ഇഫ് യു ആർ പാഷനേറ്റ്, നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ എന്തിന് ടു സ്പെൻഡ് സം ടൈം ഫോർ ലേണിംഗ് ഇംഗ്ലീഷ്, പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും റെഡി ആണെങ്കിൽ ഇംഗ്ലീഷ് വെൽ ഇസ് ദർ ടു ഹെൽപ്പ് യു മാം. ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു നിശ്ചിത ടൈം, ഒരു 50 hours ഒക്കെ ഇംഗ്ലീഷിൽ സ്പെൻഡ് ചെയ്യാൻ റെഡി ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ലോകത്തായിരിക്കും. അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ.